ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവ് ഇത് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല, ഇത് അത്യാവശ്യം മുന്തി എന്തോ ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അനിമോൾ, ബിഗ് ബോസിൽ വിന്നറായിട്ടുള്ള അനിമോളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എത്ര വിവാദങ്ങൾ ഒരു കല്യാണത്തിനുണ്ടാകാമോ അത്രയും വിവാദങ്ങൾ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. നമ്മൾ മറ്റു വിവാദങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊരു വല്ലാത്ത ജാതി വിവാദമായിപ്പോയി. അപ്പോൾ ഈ അനിമോളുടെ കല്യാണത്തിൽ ഇവരൊരു കല്യാണ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയ്ക്കകത്ത് കുടുംബാംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദാണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോയ്ക്കകത്ത് അനിമോളും അനിമോളുടെ ഭർത്താവുമുണ്ട്, അവരുടെ ആരൊക്കെയോ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്, 2 അമ്മമാരുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ നടുക്കിരുന്ന് കാലിൻ്റെ മേളിൽ കാലെടുത്ത് വെച്ചു. അതാണ് പ്രശ്നം. ഇതൊക്കെ ഒരു വിവാദം. ഓക്കെ, നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തില്ലാത്തൊരു ഉപകാരം പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുത്താൽ മതി. അതോടൊപ്പം ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഹൈപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ഒക്കെ ഞെക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനി നമുക്ക് ചേട്ടൻ്റെ വീഡിയോയിലേക്ക് പോവാം. ചേട്ടൻ പറയുന്നത് ഇതൊരു പാട്രിയോട്ടിസ്റ്റ് ആണ് എന്തൊക്കെയോ കടിച്ച പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞിട്ട് പുരുഷ മേധാവിത്വത്തിനെതിരെ പടവെട്ടി ഇറങ്ങിയ ഉണ്ണിയാർച്ചയല്ല ഈ ആർച്ചനെ പോലെ പ്രതികരണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം, കണ്ടു വരാം. ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിതൃമേധാവിത്വത്തിന്റെ അധികാരം. ഓക്കെ, അങ്ങേരുടെ സ്വന്തം കാല്, ആ കാലെടുത്ത് അങ്ങേര് വെച്ചത് അങ്ങേരുടെ തന്നെ സ്വന്തം കാലിൻ്റെ മണ്ടയ്ക്ക്. അതിന് 2 കാല് സ്വന്തമായിട്ട് ചേട്ടനുണ്ടല്ലോ. ചേട്ടൻ എന്തൊരു പ്രശ്നം? അങ്ങേരുടെ കുടുംബ ഫോട്ടോയുടെ നടുക്ക് അങ്ങേരിരുന്ന് അങ്ങേരുടെ കാലിൻ്റെ വെളി കാലെടുത്ത് വെച്ചതിന് ഇപ്പോൾ മറ്റ് 2 കാലുകളുള്ള ഈ ചേട്ടനാണ് പ്രശ്നം. അപ്പോൾ ആ പുള്ളി കാലിന് വെളി കാലെടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു. ഇവരെല്ലാവരും മറ്റേ അസംബ്ലിക്ക് പ്ലഡ്ജൊക്കെ പറയാൻ നിൽക്കുന്നില്ല, അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് അതേപോലെ നിൽക്കണമെന്നായിരുന്നെന്നാണോ ചേട്ടൻ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കല്യാണ ഫോട്ടോകളിലൊക്കെ എടുക്കാൻ നേരവേ ക്യാമറാമാൻ പറയും ഇല്ല ചേട്ടാ, ഇല്ല സൈഡ് വാ, മറ്റേ ചേട്ടാ നടുക്കുക, ഒന്ന് താഴെ ഇരുന്നു, പിള്ളേർ താഴെ അങ്ങ് കുത്തിയിരുന്നു എന്നൊക്കെ പറയും. അപ്പം അന്നേരം നമ്മൾ പറയണം, ഇല്ല ഇവിടെ സമത്വത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നെ ആർക്കും ഇവിടെ അടിച്ചമർത്താൻ സാധിക്കില്ല, പുരുഷന്മാരുടെ മേധാവിത്വത്തിനെതിരെ ഞാൻ അടിക്കും, ഞാനതുകൊണ്ട് പുറകെ പോയി ആരും കാണാത്ത പോലെ ഒളിച്ചിരിക്കും എന്ന് പറയണോ? ഇതൊക്കെ കാണാനുള്ളൊരു ഭംഗിക്ക് ചെയ്തു വെക്കുന്ന സാധനമല്ലേ അണ്ണ? വിമർശിക്കാനുള്ള സാധനത്തെ വിമർശിച്ചപ്പോൾ ഇത് എന്തൊരു വിമർശനം ഇത്? പറ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പോൾ സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അല്ലല്ല, അങ്ങനെയല്ലല്ലോ സാധാരണ ഫാമിലി ആയിട്ട്. അങ്ങനെയല്ല, പെണ്ണും ചെറുക്കനും നടുക്കൊരു സോഫ ഇട്ടിരുത്തിട്ട് ബാക്കി എല്ലാവരും പുറകെ കയറി നിൽക്കണം. അതെന്തോ സമത്വം ഇല്ലായ്മയില്ലേ ഇത്? നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കണം, പെണ്ണും ചെറുക്കനും വേണ്ടിയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും, പെണ്ണും ചെറുക്കനും ഇരിക്കണം അതേ സോഫ എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ പെണ്ണും ചെറുക്കനും മാത്രം സോഫ പറ്റത്തില്ല. ഈ പെണ്ണും ചെറുക്കനും വിടുന്ന സ്വർണ്ണാഭരണങ്ങൾ, കോട്ട്, സൂട്ട് അത് എല്ലാവരും ഇടണമെന്ന് നിർബന്ധമുണ്ടോ? അതിനി ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ മരിച്ച ആളവിടെ കിടക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാകുന്നു. എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിച്ചാൽ അയാൾ മാത്രം എന്തുകൊണ്ട് കിടക്കുന്നു, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കിടന്നോളാം, അല്ലെങ്കിൽ അയാൾ വേണ്ടിയിട്ട് നിൽക്കാൻ പറയും. അങ്ങനെയൊക്കെ ഉണ്ടോ? എൻ്റെ പൊന്നെണ്ണ, കല്യാണ ഫോട്ടോയിൽ അത് കണ്ണിന് പിന്നെ കാണുമ്പോൾ ഒരു ഇമ്പം നൽകാൻ വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള സെറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ കല്യാണ ആൽബം കാണിക്കാമോ? താങ്കളുടെ കല്യാണ ആൽബം കാണിക്കാമോ? താങ്കൾ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു പോസ് ഉണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അതോ എല്ലാവരും എല്ലാ ഫോട്ടോയിലും കണ്ണു തുറന്നു പിടിച്ച് അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അത് ഇനി അനുമോള് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള. അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയെങ്കിലും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. അപ്പോൾ വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, ജസ്റ്റ് വിട്ടേക്കുക. അനുമോക്ക് വിവരമില്ല, ചേട്ടന് ഭയങ്കര വിവരമാണ്. ആദ്യം ഇത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ വിവരത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു വീഡിയോ കൂടെ പ്രത്യക്ഷപ്പെട്ടു, അതുകൂടെ കാണാം കേട്ടോ. അനുമോളെ ചുമ്മാ പുറകെയാണ് ചൊറി, അതുകൂടെ കാണാം. അറിയാവുന്നവര് അനുമോക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കുള്ളൂ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അനുമോൾ സ്റ്റേജ് ഷോയിൽ പോകുന്നു, ബിഗ് ബോസ് അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പോയിട്ടാണ് അതൊരു പണിയല്ലേ? നമ്മൾ പണി ഈ ഇതുങ്ങളൊക്കെ ഇനി പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. പണി എന്ന് പറഞ്ഞാൽ എന്താണ്?
സാമ്പത്തികം ഉണ്ടാക്കാനായി നിയമപരമായി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഉപജീവനത്തിന് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കുന്ന എന്ത് ജീവിത മാർഗത്തെയും നമ്മൾ പണി എന്ന് ഉദ്ദേശിക്കാം. അതുകൊണ്ട് പ്രശ്നമില്ല. സ്റ്റേജ് ഷോയിൽ പോയി അനുമോൾ പങ്കെടുക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ അറിവിൽ പണി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ഇവിടെ ഒരു ടോർച്ചും കത്തിച്ച് വെച്ച് ഇല്ല മറ്റേ കത്തി എടുത്തിട്ട് റബ്ബർ വെട്ടുന്നതും അല്ലെങ്കിൽ കോടാലി എടുത്തിട്ട് അത് മാത്രമാണ് പണി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ചേട്ടൻ്റെ ചിന്താഗതിയുടെ പ്രശ്നം കേട്ടോ, അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ ഈ സിനിമാ നടന്മാരോ അവരെ ഏത് ലെവലിൽ പെടുത്താം? അവർക്കും പണിയും വിലയും കൂലിയൊന്നുമില്ല. രാഷ്ട്രീയക്കാർ ഒരു പണിയില്ല അല്ലേ? ശരി, ബാക്കി വരാം. ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും ഏർണിങ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനല്ലേ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അത്യാവശ്യം ഞങ്ങൾ പഠനത്തിന് വേണ്ടി വായനയ്ക്ക് വേണ്ടി കുറച്ച് കാലങ്ങൾ അതിനുവേണ്ടി മാറ്റി വെച്ച് അതിനുശേഷം കോർപ്പറേറ്റിലേക്ക് കടന്നു വന്ന് കോർപ്പറേറ്റിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തൊരു മിഡ് മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും എൻ്റെ വൈഫും. പിന്നെ എന്തിനീ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ എടുത്ത് നെഞ്ചത്തൊട്ടേറ്റ് വെക്കുന്നേ? ആ പണിയും ചെയ്ത് മര്യാദയ്ക്ക് ആ വഴിക്കൂടെ അങ്ങ് പോയാൽ പോരെ? സോഷ്യൽ മീഡിയയിൽ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ ചെയ്യുന്നേ അല്ല. അപ്പോൾ അങ്ങനെ ഒരു റവന്യൂ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ മ്ലേച്ഛകരമായ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ പണി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ല, നമ്മളും ചെയ്യും, നമ്മളും അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്. അനുമോളും അങ്ങനെ, അനുമോക്കിൻ്റെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മളെ അതിൻ്റെ കൂടെ വേറെ പണിയുണ്ട്. അതൊക്കെ എന്ത് ടോക്കത്? ശരിക്കും നിങ്ങളുടെ അടുത്താണ് ഈ പാട്രിയോട്ടിസം കാണുന്നത്, ഒരു മെയിൽ ഡോമിനേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, ഞാനെന്തോ വലിയ കിടുങ്ങമണിയാണെന്നുള്ള സാധനം നിങ്ങളുടെ അടുത്ത് നിന്നാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് എളിമയ്ക്കാവട്ടെ, കുറച്ച് ഒത്തിരി ഒന്നുണ്ടായി സ്വല്പം. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പോയി പണി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അനുമോളുടെ അച്ഛൻ എന്നാ ചെയ്തെന്നാ പറഞ്ഞേ? കാലിൻ്റെ മേളിൽ കാല് ചെയ്ത് വെച്ചപ്പോൾ എന്നാ പോലെ അത് ജഡ്ജ്മെന്റ് അല്ല, അത് ഞാൻ അഭിപ്രായം പറഞ്ഞല്ലേ. അനുമോൾ പറഞ്ഞപ്പോൾ അത് അഭിപ്രായം അല്ല. എനിക്കിതിനകത്ത് അനുമോളോട് ഒരു വിയോജിപ്പുള്ളത്, ഈ ഒരു മെസ്സേജിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ഉള്ളവരാണെന്ന് ഉള്ള അനുമോളുടെ ചിന്താഗതി തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? സെലിബ്രിറ്റീസിന് മാത്രമുള്ളതല്ല ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം പറയാം, എന്തൊക്കെ ഷെയർ ചെയ്യാം, എന്ത് പേഴ്സണൽ ലൈഫ്, കരിയർ റിലേറ്റഡ് എന്തും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല ഈ. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. ഇത് ഈ പുള്ളി എവിടാണ്ട് മിഡ് ലെവൽ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ താങ്കളുടെ അണ്ടറിൽ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീം മെമ്പേഴ്സിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി, അവരുടെ ഒരു അവസ്ഥ എനിക്ക് പിടികിട്ടി, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായി. ഞാൻ പിടിച്ച കൊമ്പിന് 365 മുയലിന് 365 കൊമ്പ് സെറ്റപ്പ് അല്ലേ? എനിക്ക് മനസ്സിലായി. ആ പാവം ടീം. ഈ അനുമോള് ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ഈ അച്ഛൻ്റെ കാലിൻ്റെ പ്രശ്നത്തിൻ്റെ മേളിൽ. അച്ഛനും അച്ഛൻ്റെ ഒരു കാര്യം, എൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിൻ്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറി ഇരിക്കുന്നത് എന്നും പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, അനുമോളുടെ അച്ഛൻ്റെ കാല്, അനുമോളുടെ അച്ഛൻ്റെ തന്നെ കാലിൻ്റെ മണ്ടയ്ക്ക് അനുമോളുടെ അച്ഛനോ അനുമോളോ പൈസ കൊടുക്കുന്ന കല്യാണ ആൽബത്തിൽ ഫോട്ടോയിൽ ഇരുന്നു. എന്തിനാണ് പ്രശ്നം? എന്തിനാണ്? ചേട്ടൻ കാലിൻ്റെ മേളിൽ കാല് വെക്കാറില്ല? എനിക്കറിയില്ല. അത് വെക്കുമ്പോൾ തന്നെ ഭാര്യയോടും പറയും, ഞാൻ കാലിൻ്റെ മേളിൽ കാല് വെക്കാൻ പോവാം, നീയും വെച്ചോ കാലിൻ്റെ മേളിൽ കാല്, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു സമത്വം ഇല്ലാതാവും. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരാൾ കാലിന് മേളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പറയും, കാലിന് മേളിൽ നിന്ന് കാലെടുത്ത് വെക്ക്, സമത്വം എന്ത് വന്നാലും ഈക്വാലിറ്റി. കൊള്ളാം. ഇത് മാത്രമല്ല, ഈ പുള്ളി യൂട്യൂബിലും ഒരു വീഡിയോ ചാമ്പിട്ടുണ്ട്, കാണാം. ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ. ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും. അതിന് അപ്പൻ, ഫാമിലിയിലെ അച്ഛൻ, ഏറ്റവും മുതിർന്ന വ്യക്തി, അങ്ങേര് കാലിൻ്റെ മേളിൽ കാലെടുത്ത് വെച്ചാണ് പ്രശ്നം. എവിടെ ഈ പോസ് നമ്മളെല്ലാവരും കാണുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾ കാണുന്നു, നിങ്ങൾ പറയൂ. അങ്ങേരുടെ കാലിൻ്റെ മേളിൽ അങ്ങേരെടുത്ത് വെച്ച കൊണ്ട് എന്താ പ്രശ്നം? അങ്ങേരിരിക്കുന്ന കസാര, പ്രായത്തിന് മുതിർന്നൊരു വ്യക്തിത്വം, ആ പുള്ളിയുടെ മകളുടെ കല്യാണം, ഇതൊക്കെ ഒരു പ്രശ്നം. അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല, ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല, ഞങ്ങൾ അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതെ, നമ്മളൊക്കെ പിന്നെ ഇങ്ങനെ നറുക്കിടും, രാവിലെ ടോസ് ഇടും, ഇന്നെന്നാ പിന്നെ അച്ഛനെ സ്നേഹിച്ചാളെ, അടുത്ത ദിവസം ഇന്ന് അമ്മയ്ക്കാട്ടോ നറുക്ക്, അങ്ങനെയാണല്ലോ നമ്മളെല്ലാം സ്നേഹിക്കുന്നത്. എന്തൊരു കൂതക സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് പറയുന്നത്. ഇനി എന്താ അമ്മ കാലിന്റെ മേളിൽ കാല് വെച്ചാൽ നിങ്ങൾക്ക് സംതൃപ്തി ആകുമോ? അതായിരുന്നു അമ്മ കാലിന്റെ മേളിൽ കാല് വെക്കണമെന്നാണോ, അത് അച്ഛൻ എണീറ്റ് പുറകെ പോയി നിൽക്കണമെന്നോ? ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് വെഡിങ് ഫോട്ടോഷൂട്ട് പരിപാടി സെറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ പറയും, അച്ഛ കാലിന് മേളിൽ കാലിടാൻ പറ്റില്ല, അച്ഛൻ കാല് വെക്ക്, അച്ഛൻ എണീറ്റ് അവിടെ ഏറ്റവും ബാക്കി പോയി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായിരിക്കും കുറച്ചും കൂടെ ബ്രോ. അതിൻ്റെ കൂടെ സൈഡ് ബിസിനസ് കൂടെ സെറ്റ് ചെയ്ത് സ്മഡ്ജ് ചെയ്യും.
ഇതിനുപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്, ആങ്ങള പെങ്ങൾ ഒരുപോലാണ്, അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര കണ്ടുപിടുത്തമായിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ചേച്ചി ചേട്ടന്റെ കയ്യുടെ അടക്കൂടെ കൈ തള്ളി കയറ്റി ഇട്ടിട്ടുണ്ടല്ലോ, അത് സമത്വത്തിൽ വരുമോ? അപ്പൊ തിരിച്ച് നമ്മൾ അതേപോലെ അങ്ങനെ കയറ്റി ഇടണോ? എന്തെങ്കിലും സെറ്റപ്പ് അങ്ങനെ നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈലോസ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കേട്ട് പഠിക്കാൻ? ഇതിന്റെ ഈ വീഡിയോയുടെ തുടക്കഭാഗം നമുക്കൊന്ന് കാണാം. അതിനകത്താണ് ഫുൾ പരിപാടി ഇരിക്കുന്നത്. ഈ ഒരു അനുഭവ ഇഷ്യൂ ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പ്രശ്നം നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെ കമന്റ്സ് ആണോ വന്നത്, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3-4 വീഡിയോ എടുത്തിട്ടും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് മറ്റേ സെറ്റപ്പാ. നമ്മൾ 100 പേര് ആയിട്ട് പോയി, ബാക്കി 99 പേരെയും കാണാനില്ല, ഞാനിവിടെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ആ സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്ന സാധനം. നിങ്ങൾക്ക് അത്രയും പേരെയും കൺവിൻസ് ചെയ്യാൻ അത്രയും അധികം വീഡിയോ ഇട്ടിട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് എന്നാലും നിങ്ങൾ അംഗീകരിക്കൂല. ഓക്കെ, സൂപ്പർ. കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അതിനോട് മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനും കൂടി മറുപടിയായിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയ ഒരു പാട്രിയോട്ടിക്കൽ സിംബൽ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യണം. ഇതിനെയാണല്ലേ മെയ്ഡ് ഫോർ ഈച്ച് അതർ, ചക്കിക്കുത്ത് ചങ്കരൻ, ഈനാമ്പച്ചിക്ക് മരപ്പെട്ട് കൂട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, ഒരാൾക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ തിരുത്താൻ പറ്റൂ. രണ്ടുപേരും ഒരേപോലത്തെ ബോധമാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട്. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്. നമ്മളെ ശ്രദ്ധിച്ചു. ഇത് ആദ്യമായിട്ടുള്ള പരിപാടിയല്ല, സ്ഥിരം പോയി ഇമാതിരി വള്ളിപിടുത്തമുള്ളതാ. ആവശ്യമുള്ള കാര്യത്തിലുള്ള വള്ളിയാണെങ്കിൽ കയറി പിടിക്കും. വെറുതെ ഒരു രസത്തിന് പോയി വള്ളി പിടിച്ച് കമന്റ് ബോക്സിൽ ഒരു ഫ്ലഡ് ഉണ്ടാക്കും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും. മെയിൻ പരിപാടിയാ, സ്ഥിരം പരിപാടിയാ. അതുകൊണ്ട് അവർക്ക് അതൊരു പുത്തരിയല്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നുമല്ല. ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിംബലിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതും കൂടെ എടുത്ത് ആ കൊച്ചിന്റെ പടലിക്കോട്ട് വെച്ചുകൂട്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അനുമോൾ മെസ്സേജ് അയച്ചോടനെ ഇൻസ്റ്റാഗ്രാം ഹാക്കായി. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര തവണ വള്ളി പിടിച്ചു എന്ന് പറഞ്ഞേ? കമന്റ് ബോക്സ് എന്താണ്ട് ഫ്ലഡ് ആയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരുമാകാം, ഒത്തിരി ശത്രുക്കളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അനുമോൾ തന്നെ ആയിരിക്കും കേട്ടോ, പറയാൻ പറ്റത്തില്ല. അവരുടെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കത്തില്ല. അപ്പൊ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോൾ അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ മര്യാദയ്ക്ക് ഇരിക്കുന്ന പെണ്ണിന്റെ അച്ഛന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് വെറുതെ ഇടും, നോക്കിയിരുന്നു. ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോൾ അത് അനുമോളാണെന്നല്ല ചേട്ടൻ പറയുന്നത്. പക്ഷെ എവിടെയോ എന്തോ ഒരു അനുമോളുടെ പെടലിക്കോട്ട് ഇരുന്നോട്ടെ എന്നൊരു സാധനമാണ് പറയുന്നത്. ഈ എൻ്റെ പൊന്നാശാനെ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കേ. ഇത് ശരിക്കും ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അനുമോളുടെ അച്ഛൻ മാത്രം കാലിന് മേളിൽ കാല് വെച്ചു, അമ്മ പുറകിൽ നിൽക്കുന്നു. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അനുമോളുടെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? ആ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ്റെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? ഈ ചെറുപ്പക്കാരനോ അനുമോൾക്കോ കുഴപ്പമുണ്ടോ? ഇരുന്നവർക്കോ നിന്നവർക്കോ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ചുമ്മാ ദിസ് ഈസ് പാട്രിയോട്ടിസം. അതെ, എന്തൊരു ഒരു പുല്ല്. അത് ഇവരെല്ലാം സമചിത്തതയോടെ ഒന്നിച്ച് ഒരൊറ്റ നേർരേഖയായി നിൽക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ കൊച്ചു പിള്ളേർ ജനിക്കുമല്ലോ, അവരെടുത്ത് തോളം തരുമ്പോഴത്തേനും കുഴപ്പമുണ്ടോ? അതിന് ഈക്വാലിറ്റി ആണ്. അവർ എണീറ്റ് 2 കാലിൽ നിന്ന് പീ ചെയ്യാമോ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പോകണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഈക്വാലിറ്റി ചിന്തിക്കുമ്പോഴത്തേനും മിഡ് ലെവൽ മാനേജ്മെന്റിലുള്ള ചേട്ടനും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ഷോയിലൊക്കെ പോയി അവർക്ക് ഒരേ സാലറി വേണമെന്നുണ്ടെങ്കിലും ഇപ്പം ഏതൊക്കെ കാര്യത്തിൽ ഈ സമത്വം വേണ്ടത്? കാലിന് വേണ്ടി കാല് വെക്കുന്നതിന് മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്കതൊക്കെ കേട്ടിട്ട് നല്ല കോമഡി ആയിട്ടോ ഫീൽ ചെയ്തേ. കേട്ടാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. എനിക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായ വിഷയത്തെ എന്താണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.